Namaskaram, guys. Welcome back to yet another episode of Blue Boys of West London. എല്ലാവരും ഇപ്പൊ ഗിരീഷ് ആക്ച്വലി ലൈവ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടെന്നുള്ള കാര്യം. ആൻഡ് ദാറ്റ് ഇസ് വെരി നാച്ചുറൽ ബിക്കോസ് നല്ലൊരു ഇറ്റ്സ് എ വെരി ഗുഡ് ടൈം ടു ബി എ ചെൽസി ഫാൻ. നല്ല ഒരു ഫോം, നല്ല എന്താ റൺ ഓഫ് റിസൾട്ട്സ്, നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. സോ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ദാറ്റ് നമ്മള് വി ടേൺ അപ്പ് ഇൻ നമ്പർ. ഈ പറഞ്ഞ പോലെ ശ്യാം ബ്രോ വെൽക്കം, ഗിരീഷ് ആൻഡ് ഹെബാർ വെൽക്കം, ജിത്തു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ആഡ് ഹിം ബാക്ക് വൺസ് ഹീസ് റെഡി. സോ യെസ്, ലെറ്റ് us ഡിസ്കസ് ദി എലിഫന്റ് ഇൻ ദ റൂം. ആദ്യം തന്നെ ഹെബാർ ബ്രോ, എവിടെയാണ് തോമസ് ടൂക്കൽ? ഇപ്പൊ എന്താണ് തോമസ് ടൂക്കൽ ചെയ്യുന്നത്? രാത്രി എന്താണ് കഴിച്ചത്? കഞ്ഞിയാണോ അച്ചാറാണോ കൂട്ടിയത്? എന്താണ് വാട്ട് ഇസ് ദ ലേറ്റസ്റ്റ്? കേട്ടേ വെച്ച് ഇപ്പോ നാട്ടിക്ക ബീച്ച് റിസോർട്ടിൽ ചോറും ബീഫും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ് കിട്ടിയത്. പക്ഷെ ഇതാണ് ഒരു സർറിയൽ എക്സ്പീരിയൻസ്. ഇവിടുന്ന് ഒരു 90 കിലോമീറ്ററിനുള്ള ഒരു എക്സ് മാനേജർ ഓഫ് സെയിൽസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ പിന്നെയും പോകാൻ പറ്റാത്തൊരവസ്ഥ. ബട്ട് അഗൈൻ കൂഡോസ് ടു ദ ഫാൻസ്. അതിന് ഇന്നലെ 3 മണിക്കാ പോയ രണ്ടുപേര്, പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ബട്ട് മാഡ് ഡെഡിക്കേഷൻ, റെസ്പെക്ട്. എക്സാക്ട്ലി. ഐ മീൻ, ഐ വിഷ് ദി ഇൻഫർമേഷൻ വാസ് എ ലിറ്റിൽ മോർ ക്ലിയർ. ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല when I first learned about the fact that this is happening. അപ്പോ എനിവേ ഹീ സ്റ്റിൽ ഹിയർ. നമ്മള് ചെൽസിക്കാരന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈവില് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എം സ്റ്റിൽ ട്രൈയിങ്. ഞാൻ എന്റെ കോണ്ടാക്ട്സ് വഴി ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഐ ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ഹിം, എന്തായാലും നമ്മളുടെ ആ ഒരു ടെമൾട്ടസ് സമയത്തൂടെ, നമ്മളുടെ ഒരു ഭയങ്കര ഒരു വിയേർഡായിട്ടുള്ള ഒരു സമയത്ത് നല്ല രീതിയിൽ ആങ്കർ ചെയ്ത് ക്ലബിനെ നല്ല ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോയതിന് വളരെയധികം നന്ദി എന്നുള്ള രീതിയിൽ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഹാപ്പൻസ് ദ റിയാലിറ്റി. സോ മൂവിങ് ഓൺ ടു എന്താ പറയാ, ചെൽസി, ബിക്കോസ് ആസ് യു നോ ടൂക്കൽ ഇസ് നോ ലോങ്ങർ ചെൽസി. നമ്മള് കഴിഞ്ഞ ഇപ്പൊ പോട്ടറിന്റെ അടിയിൽ 1 2 3 4 5 ഗെയിംസ് വി ആർ അൺബീറ്റൻ. ആൻഡ് ലെറ്റ് us dive right into the Milan game, because അത് ഇന്നലെ നടന്ന കാര്യമാണ്. സോ let's not waste time. ശ്യാം ബ്രോ, what are we doing different? എന്താണ്, what have we started seeing patterns? എന്താണ് സംഭവിക്കുന്നത്? What's happening? What is this coach doing to us? അതെ, ബ്രോ പറഞ്ഞ പോലെ 5 ഗെയിംസ് ആയിട്ടുള്ളൂ. ബട്ട് ഐ തിങ്ക് സ്റ്റിൽ എനിക്കാണ് സാൽസ്ബർഗിന്റെ ഗെയിം ഒഴിച്ച് ബാക്കി ഗെയിംസിൽ അത്യാവശ്യം കുറച്ച് ഡിഫറൻസ് കാണുന്നുണ്ട്. മേ ബി സാൽസ്ബർഗ് ഗെയിമിൽ ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് ഗെയിം എനിക്ക് അത്രയും ഒരു പാറ്റേൺ ഡിഫറൻസ്, ഓഫ്കോഴ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്ന ഫോർമേഷനിലും ഒരു വേ ഓഫ് പൊസിഷനിങ് ഓഫ് സർട്ടൺ പ്ലേയേഴ്സ്, എസ്പെഷ്യലി റെയിം സ്റ്റേർലിംഗ് ലെഫ്റ്റ് വിംഗ് ബാക്ക് കളിച്ചിട്ടും ഓൺ പേപ്പർ ലെഫ്റ്റ് വിംഗ് ആയപ്പോലും ലെഫ്റ്റ് ഫിംഗർ പോലെ ആയിരുന്നു. അപ്പൊ അതൊരു പോട്ടർ ഡിഫറൻസ് കാണാൻ പറ്റി. But other than that, I think last 4 games especially, and I think last 3 games for sure, are difference കാണുന്നുണ്ട്. I think Tuchel under especially last few months we were obviously dominating possession. Chances create ചെയ്യുന്നുണ്ടെങ്കിലും മേ ബി അത്രയും ക്ലിയർ കട്ട് ആയ ചാൻസസ് ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. ബട്ട് അഗൈൻ ദാറ്റ് കുഡ് ബി, ആസ് ഐ സെഡ് ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ, ഇറ്റ് കുഡ് ബി എ മാനേജർ ബൗൺസ് ഇൻ എ സെൻസ്. ഒരു ഫ്രഷ്നെസ്, പുതിയ മാനേജർ വരുന്ന ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും. അപ്പം പ്ലേയേഴ്സ് മേ ബി ലിസണിങ് മോർ ടു ഇൻസ്ട്രക്ഷൻസ് ഓർ ദേ ആർ ഏബിൾ ടു ക്യാച്ച് ദി ഇൻസ്ട്രക്ഷൻസ് ബെറ്റർ. മൗണ്ടിന്റെ ഗെയിമിലെ ഡിഫറൻസ് കാണുന്നുണ്ട്, കായയുടെ ഗെയിം ഡിഫറൻസ് ഉണ്ട്, പുലിസിച്ചിന്റെ ഗെയിം ഡിഫറൻസ് ഉണ്ട്. സോ ദേ ആർ പാസിംഗ് ദ ബോൾ ക്വിക്കർ, ദേ ഗെറ്റിംഗ് ഇൻ ബിഹൈൻഡ് മോർ. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ റിയൽ തിങ് ദാറ്റ് ഐ നോട്ടീസ്. ബിക്കോസ് പണ്ട് നമ്മളെല്ലാം നമ്മുടെ പ്ലേ എല്ലാം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിഫൻസ് ആയിരിക്കും. ആൻഡ് വി ആർ ജസ്റ്റ് സ്ട്രഗ്ലിംഗ് വെരി ഹാർഡ് ടു ഗെറ്റ് ഇൻ ബിഹൈൻഡ്. ബട്ട് ഇത് നമ്മൾ ഇന്നലത്തെ ഗെയിം പറയുവാണെങ്കിൽ തന്നെ the Tomori mistake came from the fact that it was a good ball from Reece, but Mount tried to get in behind and he persevered. And അത് എനിക്ക് തോന്നുന്നില്ല, അത് കുറെ നാളെ നമ്മൾ അങ്ങനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ ഡെഫിനറ്റ്ലി അത് നല്ല ഇമ്പ്രൂവ്മെന്റും പാറ്റേൺസ് ഓഫ് പ്ലേ കാണുന്നുണ്ട്. ബട്ട് അഗെയിൻ നമ്മളൊരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് സ്റ്റിൽ എ വെരി സ്മോൾ സാമ്പിൾ സൈസ്. മോർ ടെസ്റ്റ് ടു കം ആൻഡ് only then we can actually tell whether it's just a manager bounce or whether it's actually affecting the players in the long run. Absolutely. And നമ്മള് ടൂക്കൽ ഇൻ കൊച്ചി എന്നുള്ള ഒരു റെയർ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ SK is making his debut at the Blue Boys of West London podcast.
SK, thank you for joining. We discussed about the fact that Tuchel is here. Obviously, അത് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. What was your reaction? ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോ ദാറ്റ് പുള്ളി കൊച്ചിയിൽ വരുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് കണ്ടപ്പോ what did you think? ഇല്ല, എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം എന്താ പറയണേ കള്ളമുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ. ഐ മീൻ സോഴ്സസ് ആർ ടെല്ലിങ് മീ അവസാനം സോഴ്സസ് വന്ന് ഹെബാർ വരെ ഇട്ടു. അതായത് ടൂക്കല് മറ്റേ ബീഡി വലിച്ചുകൊണ്ട് ബസ് കയറി പോകണമെന്നുള്ളത്. പക്ഷെ അവസാനം വന്നത് ഐ തിങ്ക് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. അത് യാതൊരു സംശയവുമില്ല. വെരി വെരി ഹാപ്പി. പ്രത്യേകിച്ച് നമ്മുടെ 1-2 പേർക്ക് കാണാൻ പറ്റിയല്ലോ പുള്ളിക്കാരൻ. ഐ മീൻ ഇറ്റ്സ് വെരി സർപ്രൈസിങ്. കാരണം ഫ്രാങ്ക് ലാംബാർഡ് നമ്മുടെ കോച്ചായിരുന്നു, സാരി നമ്മുടെ കോച്ചായിരുന്നു, ആന്റോണിയോ കോണ്ടെ കോച്ചായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് എനിബഡി വിൽ ബ്രിങ് സോ മച്ച് ഓഫ് എക്സൈറ്റ്മെന്റ് ലൈക്ക് ദ വേ തോമസ് ടൂക്കൽ ഡിഡ്. ആൻഡ് ഐ ഡോണ്ട് നോ വൈ. മേ ബി ജോസെ മൊറീനിയോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജാഥ ഉണ്ടാവും എന്നുള്ളതുണ്ട്. പ്രോബബ്ലി ഇൻ ടേംസ് ഓഫ് പോപ്പുലാരിറ്റി, ഷിയർ പോപ്പുലാരിറ്റി ആഫ്റ്റർ Jose, for some reason it is Tuchel. I think he brought back the passion that we were missing. Antonio Conte ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാഷൻ അങ്ങോട്ട് ഫീൽ ചെയ്തു. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് he bought into the entire team and he kind of imbibed. ചെൽസി എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ രക്തമായിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് കൺസിഡർ ചെയ്ത്. ആൻഡ് പുള്ളിക്കാരൻ സാക്കാക്കപ്പെട്ടപ്പോൾ പുള്ളിക്കാരന് തോന്നിയത് ഒരു ക്ലബിൽ നിന്ന് സാക്കാക്കപ്പെട്ടതല്ല. പുള്ളിക്കാരന് തോന്നിയത് പുള്ളിക്കാരൻ്റെ ആ ഒരു ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ അത്രത്തോളം ഇമോഷണൽ ടൈമിൽ കൂടെ ആയിരുന്നില്ല. സാങ്ഷൻ, ഞാൻ ബസ് ഓടിക്കാൻ, ഞാൻ വേണമെങ്കിൽ അത് ചെയ്യാൻ, ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ആരാധനയോടെ കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് കോണ്ടയൊക്കെ വല്ലതും ആയിരുന്നെങ്കിൽ കാണണമായിരുന്നു, ക്ലബിനെ വലിയ പുള്ളിക്കാരൻ പോയനെ. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സോ ഐ തിങ്ക് ഹി ബ്രിങ്സ് ദാറ്റ് ഇമോഷൻ. ഇപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ആഗ്രഹം എങ്ങാനും കാണാൻ പറ്റിയിരുന്നെങ്കിലോ എന്നുള്ള രീതിയിൽ. ഐ തിങ്ക് ദാറ്റ്സ് വെയർ ദി എക്സൈറ്റ്മെന്റ്. Again, so yeah, നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ജമ്പിങ് ബാക്ക് ഇൻ ടു ദ ഗെയിം മാത്രം, കഴിഞ്ഞ ഗെയിം മാത്രമല്ല, ലെറ്റ് us ലുക്ക് ഇൻ ടു ദ ഗെയിംസ് ദാറ്റ് വി ഹവ് വൺ കൺവിൻസിംഗ്ലി. നമ്മൾ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഓൾദോ കൺവിൻസിംഗ്ലി അല്ലെങ്കിലും ദാറ്റ് വാസ് എ സ്റ്റേറ്റ്മെന്റ് വിക്ടറി, ആ ഒരു 90th മിനിറ്റ് വിന്നർ. ആൻഡ് ഞാൻ അന്നും പറഞ്ഞു ദാറ്റ് ബോത്ത് ദ ഗോൾസ് രണ്ടും വന്നത് ഒരു ഫോർവേഡിന്റെ നിന്നും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ നിന്നും. അത് കഴിഞ്ഞ് വി പ്ലേഡ് മിലാൻ, വി ബീറ്റ് ദം 3-0 അറ്റ് ഹോം. അതിലും ഐ തിങ്ക് അതില് 2 ഡിഫൻഡേഴ്സ് ഗോൾ അടിച്ചു. പിന്നെ അങ്ങോട്ട് മരണ ഗോളടിയാണ് നമ്മുടെ ഫോർവേഡ് ലൈനും നമ്മളുടെ അറ്റാക്കേഴ്സും. അതിനെ പറ്റിയിട്ട് ഹെബ്ബാർ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? കാരണം ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വൺ തിങ് ഐ ഹവ് സീൻ ഡിഫറെന്റ് ഇസ് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് അതായത് ഹോൾഡിംഗ് ആയിട്ട് കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ദേ ബീൻ പാസിംഗ് ഫോർവേഡ്. സാധാരണ നമ്മൾ ഇപ്പൊ അതേ സൈഡിലോട്ട് കൊടുക്കും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ അതൊരു വിഷ്വൽ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് സെൻട്രൽ ഓൾസോ റിഫ്ലക്റ്റഡ് ഓൺ ദിസ് പോയിന്റ്. ജോർജീനിയോ, കോവച്ചിച്ച് ഓർ ലോഫ്റ്റസ് ചീക്ക് ആരാണ് ആ പൊസിഷനിൽ കളിക്കണമെങ്കിലും ദേ ബീൻ പാസിംഗ് ഫോർവേഡ്. അതിനോട് എന്താണ് ഹെബ്ബ, ഡു യു തിങ്ക് ദാറ്റ്സ് ദ ഡിഫറൻസ്? നോട്ട് ജസ്റ്റ് മിഡ്ഫീൽഡ്. ഇപ്പോൾ ഐ തിങ്ക് ഈ കഴിഞ്ഞ 5 കളിയിൽ തന്നെ ഐ തിങ്ക് റീവാച്ച് ചെയ്യുമ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ തിങ്സ് വിൽ നോട്ടീസ്. എന്തായാലും ഐ തിങ്ക് ഈ വീക്കെൻഡ് ഒരു സമയം കിട്ടും ഈ കഴിഞ്ഞ 5 കളി വൃത്തിക്ക് ഇരുന്ന് കാണണം ഒന്നുകൂടെ. ബിക്കോസ് SK ബ്രോന്റെ ഇപ്പോൾ ഐ തിങ്ക് ഐ റിമെമ്പർ ഡിസ്കസിങ് ഒരു മാച്ചിൽ തന്നെ we were trying to guess the formation. The upper back 3 ആണ്. Cucurella is part of the back 3. 5 മിനിറ്റ് നോക്കുമ്പോൾ he's playing somewhere wing back or and we're pushing more bodies in attack. At times 7 പേര് I think are around the box and we're defending with ഒരു 2-1, 2 സെന്റർ ബാക്ക്, ഒരു 1 മിഡ്ഫീൽഡർ കവറിംഗ് ഫോർ ലൂസ് ബോൾസ്. അങ്ങനെയൊക്കെയാണ്. ഇറ്റ്സ് എ വെരി ഹൈ റിസ്ക് അപ്രോച്ച്. പക്ഷെ അതിന്റെ ഗുണങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട്. we're a lot more fun to watch. അപ്പൊ അവിടെ ഒരു സങ്കടം ഉണ്ടാവുന്നു. ഒരു നല്ല കളി സന്തോഷത്തോടെ കണ്ടിട്ട് കുറെ കാലമായി പറഞ്ഞ ഐ തിങ്ക് കഴിഞ്ഞ 5 കളി വൃത്തിക്ക് മാറി കിട്ടിക്കാണും. ആൻഡ് കുറെ കളികൾ വി വർ കമ്മിങ് ഹിയർ ആൻഡ് ബീങ് ഫ്രസ്ട്രേറ്റഡ്. അരവിന്ദേട്ടന്റെ കരച്ചിലായിട്ട് ഓർമ്മയുണ്ട്. അടൂർ ഗോപാൽ സിനിമ പോലെ ആയിരുന്നു മിഡ്ഫീൽഡ്. സോ ഫ്രം ദാറ്റ് ഡെഫിനറ്റ്ലി ഐ തിങ്ക് വി കം എ ലോങ് വേ. പക്ഷെ സസ്റ്റൈനബിൾ ആണോ വെൻ വി ആർ പ്ലേയിങ് ടീംസ് വിച്ച് ഇപ്പൊ ലീഡ്സിൽ ആരൺസനൊക്കെ ജോർജിനെ ടാർഗറ്റ് ചെയ്ത പോലെ ഇഫ് സമ്മൺ ക്യാൻ കം ആൻഡ് സിറ്റ് ഓൺ ദീസ് പ്ലേയേഴ്സ്, പ്രഷർ ദം, അങ്ങനത്തെ സ്റ്റേൺ ടെസ്റ്റ് വരുമ്പോൾ ഇഫ് വി ആർ സ്റ്റിൽ ഇൻ കൺട്രോൾ ഓഫ് ഗെയിംസ് ദെൻ പോട്ടർ ഇസ് എ മജീഷ്യൻ. ആ ഒരു ട്രാൻസിഷൻ ഇഷ്യൂസ് ഒക്കെ മാറ്റി എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോട്ട് എന്താ പറയാ ഗ്രേറ്റ് ജോബ് ദാറ്റ് ഹീസ് ഡൺ. പക്ഷെ അഗൈൻ ഐ തിങ്ക് ഹീസ് പുട്ട് പ്ലേയേഴ്സ് ഇൻ ദ റൈറ്റ് പൊസിഷൻ. മേസൺ മൗണ്ട് ഈസ് പിക്കിംഗ് അപ്പ് സെൻട്രൽ പൊസിഷൻസ്. ഇന്നലെ ഒരു ഐ തിങ്ക് ഒബമയാങ് ഡ്രോപ്ഡ്, ബോക്സിൽ ഉണ്ടാകുന്നത് മൗണ്ടും റീസ് ജെയിംസും ചിൽവയിലായിരുന്നു. അപ്പൊ അതെന്തായാലും സോ മച്ച് അറ്റാക്കിംഗ് ഫ്രീഡം ഗിവൺ ടു ഡിഫറെന്റ് പ്ലെയർ. വെരി വെരി ഫൺ ടു വാച്ച്. ആൻഡ് അതന്നെ ഒരു 10 കളി 20 കളി ആകുമ്പോൾ വിൽ സീ ഒരു ക്ലിയർ ഐഡന്റിറ്റി ഓഫ് പോട്ടർ. എക്സൈറ്റിംഗ് ടൈംസ്.
ഓക്കെ, നമ്മള് സ്റ്റിൽ ഓൺ ദ AC Milan ഗെയിം. പക്ഷെ അതില് I don't think we can judge the attacking patterns from that game because അവർ ആദ്യത്തെ 10-24 മിനിറ്റിലായിരുന്നു എപ്പോഴായിരുന്നു ആ റെഡ് കാർഡ്. അതിനെ പറ്റിയിട്ട് ഗിരീഷ്, I mean, universally I think എല്ലാവരും പറയുന്നുണ്ട് that was not a red, it was a penalty. പക്ഷെ പിന്നീട് ഈവൻ ഡിഫൻഡേഴ്സ്, പണ്ഡിറ്റ്സായ ഡിഫൻഡേഴ്സ് പറയുന്നുണ്ട് അത് ക്ലിയർ റെഡ് ആണെന്നുള്ളത്. ഇത് ടൊമോറി ആയതുകൊണ്ടിട്ടാണോ ദാറ്റ് വി ആർ സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദ റെഡ് ഓർ വാസ് ഇറ്റ് എ റെഡ് പ്ലെയിൻലി? ശരിക്കും പറഞ്ഞാൽ ആസ് എ ഡിഫൻഡർ ഇറ്റ് ഇസ് വെരി ഹാർഷ് ഡിസിഷൻ. പക്ഷെ റൂൾ വെച്ച് നോക്കിയാൽ അത് ക്ലിയർ റെഡ് ആണ്. ബേസിക്കലി ഒരു നമ്മുടെ ജിബിഫ്ലോഡ് ഹാസൽബാങ്ക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ലൈക്ക് ഇഫ് ദ റെഫറി ഗിവ്സ് ഇറ്റ് എ പെനൽറ്റി ഇറ്റ് ഹാസ് ടു ബി എ റെഡ്. അതാണ് അതിന്റെ ഒരു കണ്ടൻട്രം. ലൈക്ക് ബേസിക്കലി കോളിംഗ് ഇറ്റ് എ പെനൽറ്റി ബിക്കോസ് നമ്മുടെ ടൊമോറി പുൾ ചെയ്തു ആൻഡ് ദാറ്റ്സ് നോട്ട് an attempt to play the ball. And that's denying a clear goal scoring opportunity. And rule states that നമ്മളിപ്പോൾ ഒരു clear goal scoring opportunity deny ചെയ്യാണ് and we are doing the tackle that is not on the ball, then it's a red. അപ്പോൾ penalty വിളിച്ചാൽ it has to be a red. That's the problem there. അല്ലാണ്ട് it is not because it is severe or for that matter. Like ആ ഒരു ഇതില്ല. ഇൻഫാക്ട് ടൊമോറിയോ സ്ലൈറ്റ് ടാക്കിൾ ചെയ്ത് ബോൾ അറ്റംപ്റ്റ് ചെയ്ത് ടാക്കിൾ ചെയ്ത് നോക്കിയാൽ that would have been yellow instead. So that is the funny part about this entire situation. അപ്പോൾ റൂൾ വെച്ച് നോക്കിയാൽ it has to be a red. പക്ഷേ yes, it's very very unfortunate. ഞങ്ങളെല്ലാവരും ടർഫിലൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോഴും ഞങ്ങൾ സ്ഥിരിഞ്ചിന്റെ പരിപാടിയായത്. ഞങ്ങൾ സ്ട്രൈക്കർ ഓടിപ്പോയാൽ നമ്മൾ വിട്ടുപോയാൽ നമ്മളിങ്ങനെ കുറച്ച് പുൾ ബാക്ക് ചെയ്യാൻ നോക്കും, ട്രൈ ടു പുഷ് ഹിം ഓഫ്, പുട്ട് ഹിം ഓഫ് ബാലൻസ് or doing something like that. And that is what Tomori did. But the rule stated you're not supposed to do that, and that's a red card. That's the biggest issue here. Unfortunately, Tomori നമ്മൾക്കെതിരെ കളിച്ച എല്ലാ കളിയിലും he's been very very poor. Like, and it's not his fault most of the time. നമ്മുടെ ഫസ്റ്റ് ഡർബിയിൽ വെച്ച് കളിക്കുമ്പോൾ ഡർബിനെതിരെ കളിക്കുമ്പോൾ he did an own goal. So previous match he had a correct. Previous match Aubameyang's goal mistake ഉണ്ടായിരുന്നു, and now the red card. Like, what to say about it? He can't win with Chelsea. Legend Tomori, unfortunately for the മറ്റേ ടോം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രീ മാച്ച് ഡിസ്കഷനിൽ ഗിരീഷ് ഇതേ പോയിന്റ് പറഞ്ഞാണ്, ടമോറി ഡസ് ദീസ് റൂക്കി മിസ്റ്റേക്സ് ഇൻ ബിഗ് ഗെയിംസ് ഉള്ളതിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ പ്രീ മാച്ചിൽ. ആൻഡ് വാട്ട് എ മെജസ്റ്റിക് മിസ്റ്റേക്ക്. അതെ. അപ്പോൾ മൂവിങ് ഓൺ, മെയ്സൺ മൗണ്ട് ഇപ്പൊ നമ്മളെല്ലാരും പറയാണ്ട് ഇപ്പൊ റൊണാൾഡീനോയുടെ എലാസ്റ്റിക്കോ അല്ലെങ്കിൽ പെനൻകയുടെ ചിപ്പ്, അതേപോലെ മെയ്സൺ മൗണ്ട് ഇസ് മേക്കിംഗ് ദാറ്റ് ഹാഫ് ടേൺ ഹിസ് ഓൺ അല്ലേ ശ്യാം? ബിക്കോസ് നിൽക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു സൈഡും തിരിഞ്ഞ് നിൽക്കുന്നേ, ആ ടേൺ ചെയ്തിട്ടാണ് ഗോൾ റിസീവ് ചെയ്യണ പോലെയാണ്. സോ ആൻഡ് when he does that confidently, we are seeing attacking involvements അല്ലേ? കാരണം ഇപ്പൊ കഴിഞ്ഞ കളിയിലെ 2 അസിസ്റ്റ് മൗണ്ട് ആയിരുന്നു. അതിനു മുമ്പും ഐ തിങ്ക് അതിന് മുന്നത്തെ കളിയിലെ ഹാവേർഡ്സിന്റെ അസിസ്റ്റും മൗണ്ട് ആയിരുന്നു. and he won the penalty also. So the half turn or the Mason Mount, like, or the Mount, let's just call it the Mount. ക്രൈഫ് ടേൺ പോലെ ഭയങ്കര ഇതാണ്. ക്രൈഫ് ടേൺ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പൊ അതുപോലെ മേസ്റ്റേൺ ഇത് നമ്മൾ ഫസ്റ്റ് അല്ല, ഇത് നമ്മൾ ഇതിനു മുമ്പ് കുറെ തവണ കണ്ടിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചത് പോർട്ടോഡ് അഗൈൻസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഇല്ലേ, എവേ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം വി ആക്ച്വലി ഒരു പ്രോപ്പർ ഗോൾ സ്കോർ ചെയ്ത് ആക്ച്വലി പുള്ളി ആ ടേൺ നടത്തിയിട്ട് he scored that goal. That was a fantastic goal. അപ്പം I think Mason is getting his confidence back. അതാണ് സംഭവം. അപ്പം we are all being so critical. അത് എനിക്ക് മേസൺ മൗണ്ട് ഭയങ്കര പോളറൈസിങ് ഫിഗർ ആണ്. Like he was actually amongst us fans, because we have all been fans of Mason Mount. First game when he impressed at Derby against us, and then first game തന്നെ ഫോണിൽ നമ്മൾ യുണൈറ്റഡ് തോറ്റപ്പോൾ ലാംബാർഡിന്റെ ഫസ്റ്റ് ഗെയിം തന്നെ മേസൺ മൗണ്ട് ടാമി അബ്രഹാമൊക്കെയാണ് ആക്ച്വലി ഒരു സ്റ്റുഡ് ഔട്ട് ചെയ്തത് അല്ലെ. ഐ മീൻ ഒബിയസ്ലി റീജെയിംസ് അന്ന് ഇഞ്ചേർഡ് ആയിട്ട് വരുന്നേ ഉണ്ടായിരുന്നു. റീജെയിംസ് ഒബിയസ്ലി വി നോ ഹിസ് ടാലന്റ് ആൻഡ് വി നോ ഹൗ ഗുഡ് ഹി ഈസ്. ബട്ട് മേസൺ ഒരു ബീങ് എൻ അറ്റാക്കിംഗ് പ്ലെയർ, വി ഓൾ ഹാവ് സോ ഹൈ ഹോപ്സ് ഓൺ ഹിം. കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം പുള്ളിയുടെ ഗോൾസ് നമ്പേഴ്സ് നല്ലതാണെങ്കിലും again സ്റ്റാറ്റ് പാഡിങ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറെ കളികളൊക്കെ പുള്ളി ഭയങ്കര ഇൻ ആൻഡ് ഔട്ട് ഒക്കെ ആയിരുന്നു, എസ്പെഷ്യലി ടുവേർഡ്സ് ദ സെക്കൻഡ് ഹാഫ് വെർ വി ഡിഡ്ന്റ് പെർഫോം വെൽ ആസ് എ ടീം. ആൻഡ് ഈ സീസണിലെ സ്റ്റാർട്ട് പോലും വളരെ അത്യാവശ്യം വലിയ നല്ല ഷോവായിട്ടായിരുന്നു പുള്ളി കളിച്ചത്. ബട്ട് ഇപ്പം പോട്ടർ ശരിക്കും അത് ഒരു റീവൈറ്റലൈസ് അല്ലെങ്കിൽ എന്താ റീജുനേറ്റ് ചെയ്തിരിക്കുകയാണ് മേസൺ മൗണ്ടിനെ. ആൻഡ് he's also said recently that he's now occupying the spaces. But I think he didn't have any problem with occupying spaces. പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ആട്രിബ്യൂട്ട് ഉള്ളത് വെച്ചാൽ even we have seen lots of times even when he was not having that end product, ഒരു ഹാഫ് പൊസിഷനിൽ സ്പേസ് എപ്പോഴും ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഫൈനൽ ബോൾ, ആ കഴിഞ്ഞ 2 മാച്ചിൽ കണ്ടത്
അല്ലെങ്കിൽ ഇൻ ദ ഫൈനൽ തേർഡ് ആ ഒരു അഗ്രഷൻ, ആ ഒരു ഡിസൈസീവ്നെസ്, അതാണ് ഇപ്പൊ കാണുന്നത്. ഈസ് ജസ്റ്റ് മിസ്സിംഗ് എ ഗോൾ, ബട്ട് അതർ ദാൻ ദാറ്റ് ഈസ് ബീൻ ഫ്ലോളസ് സോ ഫാർ. ആ ഒരു കാര്യം ഐ തിങ്ക് പോസ്റ്റ് മാച്ചിൽ ഹി ഹാഡ് അഡ്രസ്ഡ്. എനിക്ക് ഇനി ഒരു ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും എന്നുള്ളത്. ഈ ടേണിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ദി അസിസ്റ്റ് ഫോർ പുലിസിക്, അത് ഐ തോട്ട്, ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഡിഫൻഡറിന്റെ ടാക്കിളുടെ റിക്വസ്റ്റ് ആയിട്ടാണ് പോയത്. പക്ഷെ അത് ടേൺ ചെയ്തോണ്ടിരിക്കുമ്പോ വീണു, അതിന്റെ ഇടയിൽ കാല് കുത്തിക്കയറ്റി. ഹെബാർ ശ്യാം പറഞ്ഞ പോലെ ദിസ് ഗൈ ഇസ് എ വെരി പോളറൈസിങ് ഫാക്ടർ എമംഗ് ചെൽസി ഫാൻസ്. വാട്ട് ഇസ് ഫുട്ബോൾ ട്വിറ്റർ ഓർ ചെൽസി ട്വിറ്റേഴ്സ് ഒപ്പീനിയൻ നോ? തിരിയാൻ തുടങ്ങിയോ? ചെൽസി ട്വിറ്ററിൽ എവറി പ്ലെയർ ഇസ് ഓൺലി ആസ് ഗുഡ് ആസ് ദിയർ ലാസ്റ്റ് പെർഫോമൻസ്. അപ്പൊ അതൊരു നെവർ എ ബാരോമീറ്റർ ഓഫ് ഒരു പ്ലെയേഴ്സ് ക്വാളിറ്റി. യങ് പ്ലെയർ ആണ്. ഐ തിങ്ക് പ്ലെയർ പ്രോഗ്രഷൻ, ക്വാളിറ്റി പ്രോഗ്രഷൻ ഇസ് ഓൾസോ തിങ്. സമയമെടുക്കും. ഹി വിൽ ഹാവ് ബാഡ് പാച്ചസ് obviously. I think Lampard when he was at West Ham early years of Chelsea, Ranieriന്റെ ഇടയിൽ he did struggle. ആളിനെ പിടിച്ച് ലെഫ്റ്റ് വിങ് കളിപ്പിച്ചു, was made to play as a number 10, സെറ്റ് ആയില്ല. I think Mason Mount is going through similar struggles. പിന്നെ എന്താ പറയാ, ഇപ്പോ he's being played where he wants to be played. ഒരു ഫ്രീ റോൾ പോലെ പൊക്കോ, the entire pitch is yours. Space എവിടെയുള്ളോ occupy those spaces, get on the ball more, get more touches. I think if you look at the stats as well, number of touches he's had in and around our final third under Tuchel's first few matches versus Potter. അതും ടുക്കലിനെ കുറ്റം പറയില്ല. I think he's a brilliant coach. He has done great work wherever he's gone. ഇവിടെ multiple factors worked against him, sadly. പക്ഷെ ഇപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ സാമ്പിൾ സൈസ് ആണെങ്കിലും ഐ തിങ്ക് പോട്ടർ ഹാസ് എ ക്ലിയർ ഐഡിയ ഓഫ് ഹൗ ഹി വാണ്ട്സ് ചെൽസി ടു പ്ലേ. ഇനി ആൾക്കാർ വരാണ്ട്. ഐ തിങ്ക് ഔട്ട് വൈഡ് കുറച്ച് ക്വാളിറ്റി കുറവുകളുണ്ട്. ഐദർ സ്റ്റെർലിംഗ് ഇസ് ഔട്ട് ഓഫ് ഫോം, ഇല്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് ദി റൈറ്റ് പീപ്പിൾ ദർ. ട്രൊസാഡ് വരുന്നത് കേൾക്കുന്നുണ്ട്. ട്രൊസാഡ് ഇസ് ഒരു ആ പ്രൈമിലോട്ട് കയറുന്ന ഒരു പ്ലെയർ, ഒരു മീഡിയം ടേം ഓപ്ഷൻ ആയിട്ട് ഐ തിങ്ക് he'll be great. റഫീനയുടെ ഞങ്ങൾ പിന്നെയും നോക്കുന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്, വിച്ച് നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ്, ബട്ട് വൈഡ് അറ്റാക്കർ ആണ്. ഹി ഹാസ് 1-on-1 ക്വാളിറ്റി, വന്നാൽ കുഴപ്പമില്ല. Then I think Potter got his basics right, playing people in the right position. മേസൺ മൗണ്ട് ബോൾ കിട്ടിയോടുന്ന ഓപ്ഷൻസ് ഉണ്ട്. There are so many people close to him. ഒന്നില്ലെങ്കിൽ our wing back is very close to him. Reece can get the ball off him. കോച്ച് ചില്ലി ജോർജിനിയോ എടുത്തിട്ടുണ്ട് to play those 1-2s. അപ്പൊ നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഹാപ്പി ടു സീ ദാറ്റ് മൗണ്ട് ഇസ് ബാക്ക് ഇൻ ഫോം. പിന്നെ ഇപ്പൊ ട്വിറ്ററിൽ നല്ല കാലാണ്, 2 കളി ജയിച്ചു, ഒരു തോൽവി വന്ന അപ്പൊ കാണാം. ഇപ്പൊ ഒരു പോഡ്കാസ്റ്റ് ഞാൻ കണ്ടത്, ഒരു 5 പെണ്ണുകൾ ഇരുന്ന് എന്ത് വന്നാലും പോട്ടർ ഔട്ട്, ആൾ വലിയൊരു ക്ലബ് മാനേജ് ചെയ്തിട്ടില്ല, ആൾ എന്ത് ജയിച്ചാലും എനിക്കൊരു ട്വിറ്റർ ഇസ് എ വിയർഡ് പ്ലേസ്. എന്തൊക്കെ യെസ്, മൂവിങ് ഓൺ. നമ്മള് ജസ്റ്റ് റീവൈൻഡിങ്, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിന് ശേഷം ചെൽസി പ്ലേഡ് ട്വൈസ്. വി സ്കോർഡ് 3 against Wolves, we scored 2 against Milan. സോ ഗോയിങ് ജസ്റ്റ് ഒരു കാര്യം വൂൾസിനെ പറ്റിയിട്ട്, ഈ കഴിഞ്ഞ ഒരു 2-3 സീസണായിട്ട് വൂൾസ് ആയിട്ടുള്ള കളികൾ ഇറ്റ്സ് ബിക്കമിങ് ക്വൈറ്റ് ഐക്കോണിക്. കാരണം ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, വൂൾസ് ആയിട്ടായിരുന്നു ടൊമോറിയുടെ സ്ക്രീമർ, ടാമി സ്കോർഡ് ബ്രേസ് ആൻഡ് ആ ഒരു കോബം ബോയ്സ് പൊളിച്ചൊരു കളിയായിരുന്നു. അതിന്റെ റിവേഴ്സ് ഫിക്സ്ചറിൽ മെയ്സൺ സ്കോർഡ് ദ ഫ്രീ കിക്ക് ദാറ്റ് സെക്യൂർഡ് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഫോർ us. അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ടൂക്കലിന്റെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഗെയിം ആയിരുന്നു വൂൾസ് ആയിട്ട്. ആൻഡ് നൗ ഈ ഒരു ഗെയിമും ഇറ്റ് ബിക്കേം ഐക്കോണിക് ബിക്കോസ് ഓഫ് സോ മെനി തിങ്സ്. ആൻഡ് അതിൽ എടുത്തു പറയേണ്ടത് എസ്കെ ഡിയേഗോ കോസ്റ്റ, ദ ഫിനോമിനൻ. ഹി ഗോട്ട് ദ സെൻഡ് ഓഫ് ദാറ്റ് ഹി ഹാസ്. ഹി മാത്രമല്ല, പല ചെൽസി ലെജൻസിനും കിട്ടാതെ പോയ ഒരു സെൻഡ് ഓഫ്. വാട്ട് എ മൂമെന്റ് ദാറ്റ് വാസ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, യുവർ ടീം ഇസ് ഡൗൺ ബൈ 2 goals, യു ആർ ബീങ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്, ആൻഡ് ദെൻ യു ആർ വാക്കിംഗ് ആൻ ഒപ്പോണന്റ്, എന്താ പറയണേ, ആ സിംഗിങ് യുവർ സോങ്, സ്റ്റാൻഡിങ് ആൻഡ് ക്ലാപ്പിംഗ് ദി എൻറ്റയർ വൈൽ. അതും അനദർ തോമസ് ടൂക്കൽ കൾട്ട് ഐക്കൺ, അല്ലേ? 3 seasons, 2 seasons, 20 goals, 1 season 12 goals, and yet considered to be a cult icon for Chelsea. I mean, it shows clearly എത്രത്തോളം ക്രൗഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റനെ ആരാധിച്ചു. പിന്നെ പോരാത്തത് അത് മാത്രമല്ല, കോസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അതിനുശേഷമുള്ള നമ്പർ 9s, സീരീസ് ഓഫ് നമ്പർ 9s വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയ എന്നുള്ളതാണ്. അപ്പോൾ സീം ഹിം ബാക്ക് ഓൺ ബ്രിഡ്ജ് വാസ് അമേസിങ്. ആൻഡ് പുള്ളിക്കാരൻ തിരിച്ച് കോണ്ടയ്ക്ക് നല്ലോണം കൊടുത്തു. ആൻഡ് ജസ്റ്റ് ആഡിങ് ജിത്തു ടു ദ സ്ട്രീം, കാരണം ഈ കൂട്ടത്തിൽ ഐ തിങ്ക് ശ്യാം, ജിത്തു ആൻഡ് മൈസെൽഫ് വി ബീൻ ലക്കി ടു ബി അറ്റ് ദ ബ്രിഡ്ജ്. നമുക്കറിയാം ലൈക്ക് എത്രത്തോളം ക്രൗഡ് ഒരു, കാരണം സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇസ് എന്താ പറയാ, ഇറ്റ്സ് നോട്ട് നോൺ ടു ബി എ ലൗഡ് ഇന്റിമിഡേറ്റിംഗ് സ്റ്റേഡിയം. പക്ഷെ വെൻ വി ആർ അറ്റ് അവർ ലൗഡസ്റ്റ് ഇറ്റ് വിൽ ബി ബിക്കോസ് ഓഫ് ഇത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജിത്തു,
നമ്മള് വി റേവ്ഡ് അബൌട്ട് കോസ്റ്റ, എത്രത്തോളം ആ ക്രൗഡിനെ ഇയാൾ ഇഷ്ടമാണെന്നുള്ളത്. ആൻഡ് ദ ക്രൗഡ് വാസ് സിംഗിങ് ദാറ്റ് യു ആർ വൺ ഓഫ് അസ്. ആ റീസ് ജെയിംസിന്റെ ആ ലിറിക് ആയിരുന്നു അത്. നോർമലി നമ്മൾ കോബം അല്ലെങ്കിൽ ലണ്ടൻ ബോയ്സിന് മാത്രം കൊടുക്കുന്ന ഒരു ചാന്റ് ആയിരുന്നു ദാറ്റ് ഹീസ് വൺ ഓഫ് അവർ ഓൺ എന്നുള്ള ചാന്റ്. അപ്പൊ എത്രത്തോളമാണ് കോസ്റ്റ നമുക്ക് ലൈക് ചെൽസിനെ ആ ഒരു ലെജൻഡറി സ്റ്റാറ്റസ്? ഹൗ ഡു യു റേറ്റ് കോസ്റ്റാസ് ലെജൻഡറി സ്റ്റാറ്റസ്? ജിത്തു? കോസ്റ്റ ഫോർ മീ ആഫ്റ്റർ ഡ്രോഗ്ബ ഡിയേഗോ കോസ്റ്റ തന്നെയാണ് ഒരു സ്ട്രൈക്കർ. ഹലോ പറഞ്ഞോളൂ കേൾക്കാം. ഹലോ കേൾക്കാം. കേൾക്കണ്ടോ? ഓക്കെ. ഫോർ മീ ആഫ്റ്റർ ഡിഡിയർ ഡ്രോഗ്ബ ഡിയേഗോ കോസ്റ്റ തന്നെയാണ് ഒരു ടോപ്പ് സ്ട്രൈക്കർ ചെൽസിയുടെ. ലൈക്ക് ഞാൻ കണ്ടു തുടങ്ങിയ ഒരു ടൈം തൊട്ടാണ് കേട്ടോ. അതിനു മുമ്പത്തെ ലൈക്ക് ഹാസൽ ബാങ്കിന്റെ ഒരു ടൈമിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഡിയേഗോ കോസ്റ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ടീംസിന് ലൈക്ക് മോസ്റ്റ് ഹേറ്റഡ് പ്ലെയർ. ലൈക്ക് ആരോട് ചോദിച്ചാലും അവർക്ക് ഒരു പേടി ദേഷ്യം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. ലൈക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ടൈപ്പ് ഓഫ് സ്ട്രൈക്കർ, ബട്ട് ദെൻ ഹി സ്കോർസ്. ലൈക്ക് മൊത്തത്തില് അവർക്ക് ഒരു പേടിയാണ് സംഭവം. ഒരു അടി ഉണ്ടായ അപ്പൊ തന്നെ ഓടി വരും. പുള്ളിയുടെ ഒരു മെന്റാലിറ്റി വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരു അഗ്രഷനുള്ള ഒരാൾ നമ്മുടെ ടീമിൽ വേണം. ലൈക്ക് ഹി വാസ് എ മെനസ് അപ് ടോപ്പ്, അങ്ങനെ പറയാം. ലൈക്ക് സ്കിൽ വൈസ് ആയാലും ക്യാരക്ടർ വൈസ് ആയാലും എവറിത്തിങ് ഹി വാസ് എ റിയൽ മെനസ് അറ്റ് ദ ടോപ്പ്. പിന്നെ പുള്ളിക്കാരുടെ ഫിനിഷിങ് പറയണ്ട. എല്ലാ കളിയിലും ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഗോൾ ഗ്യാരണ്ടീഡ് ആണ്. ലൈക്ക് എസ്പെഷ്യലി ഡ്യൂറിങ് ദാറ്റ് ആന്റോണിയോ കോണ്ടെ സീസൺ. ആ ഒരു ഫസ്റ്റ് സീസണിൽ ലൈക്ക് വി ക്രിയേറ്റഡ് ലൈക്ക് 2 or 3 ചാൻസസ് ഒരു ആവറേജ് ഒരു ഗെയിമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതിൽ ഒരു കോസ്റ്റ് ഗോൾ അടിച്ചിരിക്കും. പിന്നെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. ഇങ്ങനെയായിരുന്നു ആ ഒരു സീസൺ ത്രൂ ഔട്ട്. ആ ഒരു ട്രെൻഡ് അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ഫോളോ ഔട്ട് ആയി. പക്ഷെ ലൈക്ക് കോസ്റ്റയിൽ നിന്ന് കുറച്ചും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. നമുക്ക് കുറെ ഫാൻസിനും കോസ്റ്റ പോയത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. റീപ്ലേസ് ചെയ്തതാണെങ്കിൽ ആൽവറോ മൊറാട്ട. അതാണെങ്കിൽ ഒരു പുള്ളിക്കാരന്റെ ഒരു പകുതിയുടെ ഒരു ഇതുപോലും ഉണ്ടായില്ല. വല്ലാത്തൊരു ഫ്ലോപ്പ് ആയി പോയത്. കോസ്റ്റ എന്ന് പറഞ്ഞ ഒരാളെ റീപ്ലേസ് ചെയ്യണത് ആൽവറോ മൊറാറ്റനെ കൊണ്ടാണ്. ഭയങ്കര ഒരു ഫ്ലോപ്പ് ഷോ ആയി പോയത്. അങ്ങനെ ഇപ്പോഴും ഡിയേഗോ കോസ്റ്റ ബ്രിഡ്ജിൽ ഭയങ്കര ഒരു എപ്പിക് ഫിഗർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഏത് ചെൽസി ഫാനോട് ചോദിച്ചാലും ഡിയേഗോ കോസ്റ്റ. പുള്ളിക്കാരനെ റീപ്ലേസ് ചെയ്യാൻ, പുള്ളിക്കാരനെ ക്യാരക്ടർ വൈസ് ആയാലും ലൈക്ക് ചെൽസി he had a lot of fun with our players. പുള്ളിക്കാരന് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ലൈക്ക് ഹി വാസ് ടോട്ടലി പുള്ളിക്കാരൻ പറ്റാവുന്നതൊക്കെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ആക്കി എടുക്കും. പുള്ളിക്കാരന് വല്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു പുള്ളി. പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ട്രൈക്കർ ആയിരുന്നു. ഐ ഹോപ്പ് ഹി ഹാഡ് സ്റ്റേഡ് ഫോർ ലോങ്. ബ്രിഡ്ജ് ക്രൗഡ് പറഞ്ഞ പോലെ തന്നെ he will remain one of us. ആൻഡ് ഞാൻ അത് ഈ ഒരു കാര്യം ഞാൻ സ്ക്രീനിങ്ങിന്റെ ഇടയിൽ പറഞ്ഞു. കോസ്റ്റക്കൊരു സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് ഫെയർവെൽ കിട്ടിയ ദിവസം തന്നെ നമ്മളുടെ ഇപ്പത്തെ കോസ്റ്റ ആയ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കോസ്റ്റ ആകും എന്ന് പ്രതീക്ഷിക്കുന്ന അർമാൻഡോ ബ്രോയ സ്കോർഡ് എ സ്ക്രീമർ, അല്ലേ ഗിരീഷ്? ആൻഡ് സ്പെഷ്യലി ആ മാച്ച് കഴിഞ്ഞിട്ട് ഒരു എഡിറ്റ് ഉണ്ടായിരുന്നില്ലേ, ഡിയേഗോ കോസ്റ്റന്റെ ഒരു ബിൽഡപ്പ് വിത്ത് and suddenly transitioning into Broha. And that gave me the chills. Like he in every way our Costa ne kaanam varum Brojel, and he needs to be 21-22 years old. I think 20 our range le look right. So if like that's one player I'm really looking forward to seeing more in the future. Namukku adutha vele chelappo kaanam pattumayirikkum because of my full 90 കളിച്ചു. So but he's the kind of striker I like, who's ആ ഒരു ഇന്റൻസിറ്റി ഉള്ള സ്ട്രൈക്കർ, നല്ല അഗ്രഷൻ കാണിക്കുന്നത്, അറ്റ് ദ സെയിം ടൈം എ വെരി ഗുഡ് ഫിനിഷ് അറ്റ് ദ സെയിം ടൈം, ആൻഡ് ഓൾസോ കൗണ്ടറിൽ ലീത്തൽ ആയ സ്ട്രൈക്കർ. ഐ തിങ്ക് എവിടെ ഞാൻ വായിച്ചായിരുന്നു എവിടെ കേട്ടോ എനിക്കറിയില്ല, there was a foot race between the players in common or something, and Broha beat everyone. ആ ഒരു അത്രയും പേസ് ഉള്ള ഒരു പ്ലെയറോ ആണ്. സോ ഐ ഡോണ്ട് നോ, മേ ബി ഇൻ എ ഡയറക്റ്റ് ഫുട്ട് റേസ്, മേ ബി ഓൺ ദ ബോൾ കുറച്ച് സ്ലോ ആയിരിക്കും, ബട്ട് on a foot race Broha beat everyone. So our pace ulla player aanu. He has everything to become a very very good striker,
നമ്മുടെ യൂത്ത് ലെവൽ നല്ലോണം ഗോളടിച്ചൊരു ആളാണ്. സോ വെരി വെരി എക്സൈറ്റിംഗ് പ്രോസ്പെക്ട് ടു വാച്ച്. ആൻഡ് ഐ എം ഗ്ലാഡ് നമ്മളെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റൂമർ ഉണ്ടായിരുന്നു ലൈക്ക് ഹി മൈറ്റ് വാണ്ട് ടു ലീവ് ചെൽസി. പക്ഷെ ആ സമയത്ത് തന്നെ he signed a 5-year contract and he stayed back in the team without going on loan. അതന്നെ കണ്ടപ്പോൾ തന്നെ ലൈക്ക് ഓക്കെ ഫൈൻ, ദിസ് ഗൈ കുഡ് മേക്ക് ഇറ്റ് അറ്റ് ചെൽസി ബിക്കോസ് ആ ഒരു ടൈം കൊടുത്താൽ മതി. ലൈക്ക് ആൻഡ് ഐ ലൈക്ക് ദ വേ നമ്മൾ ഇതുവരെ ആളെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന ഒരു രീതിയിൽ ഐ ലൈക്ക് ഇറ്റ് ലോട്ട് ബിക്കോസ് we are giving him the 30 minutes, 20 minutes, either 90 minutes കളിച്ചിട്ടില്ല. He's not given the pressure to perform and like you have to score. It's mostly like our last 30 minutes go and do what you can. Apo he has a freedom to play and that is showing on the field. And in fact generally നമ്മൾ first goal for a club ഒക്കെ അടിച്ചാൽ like the celebrations are usually wild and this guy is just very calm. And അത് For മാത്രമല്ല all that aggression. പുള്ളി he gave an interview ഏതോ ഒരു I don't remember ആർക്കാണെന്ന്. അതിൽ പറയുന്നുണ്ട് that his father was the reason he turned out to be a professional and he scored his first Chelsea goal on his dad's birthday. സ്വന്തം ബർത്ത്ഡേക്ക് ഇതിലും നല്ലത് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ I don't know. SK ഇപ്പൊ we've been discussing deeply about a Cobham product. വേറൊരു Cobham product that has been impressing lately is Ruben Loftus-Cheek. ആളുടെ natural position finally ഇപ്പൊ ഐ റിമെമ്പർ ഏത് AC മിലാനായിട്ടുള്ള ഫസ്റ്റ് കളിയിൽ കമന്റേറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് ദാറ്റ് ഹീസ് നോട്ട് എ സ്പെഷ്യലിസ്റ്റ്. അതുകൊണ്ടിട്ടാണ് പുള്ളിയുടെ കരിയർ ഇത്രയും എന്താ പറയാ, നമ്മളും പറയാറുണ്ട് അവൻ അവിടെ ഇവിടെയൊക്കെ കളിക്കണ കാരണം നമുക്ക് പോലും അറിയില്ല. പക്ഷെ നൗ ഡു യു തിങ്ക് ഹി ഹാസ് ഫൈനലി ക്രാക്ട് എ പൊസിഷൻ? കാരണം he was absolutely magical. അതെ, ഹെബാർ കഴിഞ്ഞ സ്ട്രീമിൽ പറയണ്ടായിരുന്നു ഇഫ് ഹി ക്യാൻ നോ വാട്ട് ടു ഡു ഇൻ ദ ഫൈനൽ തേർഡ്, ഒരു പെഡ്രി ഗാബി സ്റ്റൈലിൽ ഒരു ഫൈനൽ ഡിസിഷൻ മേക്കിംഗിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഹി ക്യാൻ ബി വൺ ഓഫ് ദ മോസ്റ്റ് റൂത്ത്ലെസ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡേഴ്സ് ഓഫ് ഓൾ ടൈം. എനിക്കത് തോന്നുന്നു. കാരണം ഹീസ് ഗോട്ട് ദ സ്കിൽ സെറ്റ്, ഡ്രിബ്ലിംഗ്, വൺ ഓൺ വൺ ഡ്രിബ്ലിംഗ്, പ്രത്യേകിച്ച് ബോൾ പൊസിഷൻ ഇപ്പോൾ ഒട്ടും തന്നെ പോകുന്നില്ല. ഹി ഈസ് വെരി വെരി സ്ട്രോങ്. ടാക്ലിംഗ് ഒന്നുള്ളൊരു ഇഷ്യൂ ഇല്ല. ഹിസ് എബിലിറ്റി ടു ഡ്രൈവ് ഡീപ് ഡൗൺ ഇൻ ടു ദ ബോക്സ്, പോട്ടർ കൊടുക്കുന്ന ആ ഒരു ഫ്രീഡം, ഇറ്റ്സ് എക്സൈറ്റിംഗ് ടു സീ ദിസ് ഗായ് കം അപ്പ് ലീപ്സ് ആൻഡ് ബൗൺസ് ആൻഡ് ടു ബി എ ത്രെറ്റ്. AC മിലാനിലെ ആൾക്കാർ പാട്ട് പാടുകയാണെന്നാണ് പറഞ്ഞത് ആദ്യത്തെ മത്സരം കഴിഞ്ഞിട്ട്. ദ വേ ഹി കൈൻഡ് ഓഫ് പ്ലേഡ് അഗൈൻസ്റ്റ് മിലാൻ, അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ആൻഡ് സോ ഹാപ്പി പോട്ടർ ആ ചാൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ റൂബൻ ലോഫ്റ്റസ്-ചീക്കിനെ കൂടുതൽ സംസാരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഹെബാറാണ്. മാസീവ് ഫാൻ ഓഫ് RLC ആസ് വെൽ. അതെ, ഞാൻ ആക്ച്വലി ഐ വാസ് ഗോയിങ് ടു സെഗ്വേ ഇൻ ടു ഹെബാർ. കാരണം ഹെബാർ ഹാസ് ബീൻ സിംഗിങ് അബൌട്ട് ലോഫ്റ്റസ്-ചീക്ക് ഫോർ എ ലോങ് ടൈം. സോ ഹെബാർ ഫൈനലി ഈ പറഞ്ഞ പോലെ ആ നമ്പർ 6 അല്ലെങ്കിൽ ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ, ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് എവറിത്തിങ് അതായോ ലോഫ്റ്റസ്-ചീക്ക്? അഗൈൻ ഒരു സസ്റ്റെയിൻ പീരീഡ് ഓഫ് ഫോം കഴിഞ്ഞിട്ട് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കൊല്ലം ഐ തിങ്ക് അഗൈൻസ്റ്റ് യുവെന്റസ് ഒരു ദ അസിസ്റ്റ് ഹി പുട്ട് ഓൺ ഫോർ കാലം ഹഡ്സൺ-ഒഡോയ് ഒരു ക്രൗഡഡ് ബസ്സിന്റെ ഇടയിൽ കൂടെ, ഒരു മറ്റേ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഇടയിൽ കൂടെ തിരക്കി കൂടെ പോലെ ഐ തിങ്ക് ഹി ഡ്രിബിൾ ത്രൂ ആൻഡ് ദെൻ പുട്ട് ഇറ്റ് ഓൺ എ പ്ലേറ്റ് ഫോർ കാലം ഹഡ്സൺ-ഒഡോയ്. ഹി ഹാസ് ദാറ്റ് ക്വാളിറ്റി. അണ്ടർ സാറി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇല്ലെങ്കിൽ ഒരു ഫൈനൽ തേർഡ് പ്രസൻസ് ആയി കളിച്ചപ്പോൾ ഹി വാസ് ഗ്രേറ്റ് ടിൽ ദാറ്റ് ഇഞ്ചുറി. അപ്പൊ ഹി ഹാസ് ദാറ്റ് ഒരു ഫൈനൽ തേർഡിൽ in front of him, if he has movement, I think he can be a really really good midfielder. പക്ഷേ fitness is an issue, പിന്നെ form is an issue. ഇപ്പൊ he is no longer a kid. He has to show that he deserves. as in ചെൽസിക്ക് കളിക്കാൻ കഴിവുള്ളൊരു പ്ലെയർ ആണ്, that he can demand first team place എന്ന് കാണിക്കാനുള്ള സമയമായി. If he does that this season, then good for him. But very very happy to see. I think one of my favorite പ്ലേയേഴ്സ്. ആളുടെ മൊത്തത്തിലെ ആറ്റിറ്റ്യൂഡും, ഹി സിൽക്ക് ഓൺ എ ഫുട്ബോളിംഗ് പിച്ച്, ഒഴുകു കിടക്കും. മറ്റേ ഐ ഹാവ് എ വീക്ക്നെസ് ഫോർ ഇങ്ങനത്തെ പ്ലേയേഴ്സ്. ഐ തിങ്ക് പണ്ട് മുതലേ ജോക്കോളൊക്കെ ബോൾ വെച്ച് ഓടുന്ന ടൈം മുതൽ ഐ തിങ്ക് ഈവൻ നോ പ്ലേയേഴ്സ് ലൈക്ക് കോച്ചിച്ച് ആൻഡ് ഇവരെ കാണുമ്പോൾ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദോസ് ടൈപ്സ് ഓഫ് പ്ലേയേഴ്സ്. അപ്പോൾ ഐ എം ഹോപ്പിംഗ് പിന്നെ ചെൽസിക്ക് ആവശ്യമുള്ള ഒരു പ്ലെയർ ആണ്, സമ്മൺ ഹു കെൻ ഡ്രോപ്പ് ഇൻ ടു മിഡ്ഫീൽഡിൽ നിന്നും കുറച്ച് ബാക്കി പോയി ഗിവ് മീ ദ ബോൾ ആൻഡ് ദെൻ ലിങ്ക് മിഡ്ഫീൽഡ് ആൻഡ് അറ്റാക്ക്. അത് റൂബൻ ഐ തിങ്ക് കഴിഞ്ഞ കളി തോന്നുന്നു. ഐ തിങ്ക് ഹിസ് ആവറേജ് പൊസിഷൻ വാസ് ഓൾമോസ്റ്റ് ഒരു ബോക്സിന്റെ അടുത്ത് വരെ. ഐ തിങ്ക് ഹി വാസ് കൺസിസ്റ്റന്റ്ലി ഡ്രൈവിംഗ് ടു ദ ഫൈനൽ തേർഡ്. ഐ തിങ്ക് ഗിരീഷ് ബ്രോ അഗൈൻ ഇസ് എ ഹ്യൂജ് ഫാൻ റൂബൻ ലോഫ്റ്റസ്-ചീക്കിന്റെ. എനിക്ക് ഊക്ക് കിട്ടാത്ത ഒരു ഗ്രൂപ്പില്ല. ഞാൻ ഒരു കളി നന്നായി കളിച്ച ഇതാ കണ്ടില്ല ഇതാണ് ലോഫ്റ്റസ്-ചീക്ക് പറഞ്ഞ് തർക്കിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു 3-4 കളിയായി. ബാക്കി സീസൺ ഇതേപോലെ പോട്ടെ എന്ന് ഒരു പ്രാർത്ഥന. ആൻഡ് അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, പോട്ടർ മെയ്ഡ് 7 ചേഞ്ചസ് ടു ദ ടീം ദാറ്റ് ബീറ്റ് AC മിലാൻ.
ജിത്തു വാട്ട് വാസ് യുവർ ബിക്കോസ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതെന്തത് എന്തിപ്പോ സംഭവിക്കണേ, കാരണം അത്ര നന്നായിട്ട് ലൈക്ക് എത്രയോ ഗോൾസ് ഐ ഡോണ്ട് റിമെമ്പർ, എന്തോ ഒരു നല്ലൊരു ഫോമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒബമയാങ് ഇല്ല, സ്റ്റേർലിംഗ് ഒന്നും ഇല്ല, ഇത് പ്രീമിയർ ലീഗ് കളി തന്നെ അല്ലേ, വുൾസ് അല്ലേ. വാട്ട് വാസ് യുവർ റിയാക്ഷൻ വെൻ യു സോ ദാറ്റ് ആൻഡ് ഹൗ ഡു യു റേറ്റ് ഹൗ ദ പ്ലെയർ സ്റ്റെപ്ഡ് അപ്പ്? കാരണം യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലായിരുന്നു കളിക്കുന്നത്. ഓഫ് കോഴ്സ് വുൾസ് ആർ എ വീക്ക് ടീം, പക്ഷേ we were so good that we made them look absolutely ordinary, അല്ലേ? ലൈക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് കണ്ടപ്പോ ഞാനും ലൈക്ക് ഫസ്റ്റ് ഒരു ഷോക്ക്ഡ് ആയിരുന്നു, കാരണം ഇത്രയും ചേഞ്ചസ്, അങ്ങനെ ഒരു ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ഒരു ടീം പെട്ടെന്ന് ഇത്രയും ചേഞ്ചസ് കണ്ടപ്പോ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കളി തുടങ്ങിയപ്പോ ലൈക്ക് വി ആർ ഇൻ ഫുൾ ഫ്ലോ, ചാൻസസ് ആഫ്റ്റർ ചാൻസസ്. കുറച്ച് ഒരു പോയിന്റ് എത്തിയപ്പോ ഭയങ്കരമായിട്ട് ശരിക്കും ഫ്രസ്ട്രേഷൻ വന്നു. ലൈക്ക് ഇത്രയും നമ്മൾ നന്നായി കളിച്ചിട്ട് ഒരു ഗോൾ അടിക്കാൻ പറ്റണല്ലോ എന്നൊരു ഫ്രസ്ട്രേഷൻ എനിക്ക് വന്നു. ലൈക്ക് ഒരു വൈബ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി, നമ്മളിനി ചാൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, അവരൊരു ബ്രേക്കിൽ അടിക്കും, അങ്ങനെ ഒരു വൈബ്സ് ഒക്കെ കിട്ടാൻ. ലാസ്റ്റ് ബട്ട് ഭയങ്കര ഹാവേർട്സിനൊക്കെ ആദ്യം കുറെ നല്ല ചാൻസ് കിട്ടിയായിരുന്നു. പിന്നെ ആ ഒരു ആസ്പെലിക്വേറ്റഡ് ഒരു ക്രോസ് ഉണ്ടായിരുന്നു, ലൈക്ക് ബ്യൂട്ടിഫുൾ ക്രോസ്, ലൈക്ക് റെയിൻബോ കർവ് ഇറ്റ് വാസ്. പുളിസിച്ച് മര്യാദയ്ക്ക് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ നൈസ് ഒരു ഗോളായിരുന്നു അത്. ലൈക്ക് ഹി യൂസ് ടു പുട്ട് ദാറ്റ് ഓൺ എ പ്ലേറ്റ് വെൻ മൊറാറ്റ വാസ് ദർ. അങ്ങനത്തെ കുറെ കണക്ടിങ് ഗോൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. ആ സെയിം ഒരു പാറ്റേണിൽ ആ ഒരു ക്രോസ് വന്നത്, അത് പുളിസിച്ച് മിസ് ചെയ്തു. പക്ഷെ പുളിസിച്ച് ആഡ് എ ഡീസന്റ് ഗെയിം, ടു ബി ഫെയർ. ഹി മിസ് സം ചാൻസസ്, ബട്ട് ദെൻ അവന്റെ ആ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, നല്ല സേവ് ആയിരുന്നു ജോസി സാറിന്റെ. പിന്നെ ഒരു ഇതായിരുന്നു, അത് സേവ് ചെയ്തു. പക്ഷെ ഡീസന്റ് ഗെയിം. ലൈക്ക് ഇത്രയും നാൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഒന്ന് കളിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. ഈവൻ വൂൾസ് ആയാലും നമ്മൾ പറഞ്ഞിട്ട് വരില്ല, ലൈക്ക് വൂൾസ് ഡെഫിനറ്റ്ലി. പിന്നെ വൂൾസിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്ലെയർ എന്ന് ഞാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി എനിക്ക് മറ്റേ ന്യൂനേസ് ആണ്. അവൻ ലൈക്ക് ഹി വാസ് ഡ്രൈവിംഗ് ത്രൂ ആ മിഡ്ഫീൽഡ്. അവന്റെ ഒരു റൺ ഉണ്ടായി, പേടിച്ചു, ശരിക്കും പേടിച്ചു. നടുക്കൂടി 5-6 പേരെ വെട്ടിച്ച് ലാസ്റ്റ് ഒരു സാധനം, അത് ഗോളാന്ന് വിചാരിച്ചാണ്. ബട്ട് അവൻ തന്നെ ലൈക്ക് ചാർജ് ചെയ്ത് അവൻ തന്നെ അവിടെ ബോക്സിൽ എത്തുക, ഭയങ്കര നല്ല കളിയായിരുന്നു അവന്റെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വൂൾസ് ഒരു സ്കെയറും തന്നില്ല. അഡാമ ട്രവറൊക്കെ കുക്കുറെ പുഷ്പം പോലെ കൺട്രോൾ ചെയ്തു, അത് തന്നെ പറയാം. ലൈക്ക് ഒരു ത്രെട്ട് പോലും ഉണ്ടായില്ല. ബട്ട് അങ്ങനെ ഒരു ചേഞ്ചസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പെർഫോമൻസ്, ലൈക്ക് സ്ട്രോങ് പെർഫോമൻസ്, ലൈക്ക് ഇറ്റ് കുഡ് ഹാവ് ബീൻ 5-0, 6-0, 7-0, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഗെയിം ആയിരുന്നു. ലൈക്ക് utter dominance, I should say. Like people would say that they are out of a like they just sacked the manager and all, but then still it's a Premier League team. They have the quality to perform. Exactly. അത് മാത്രമല്ല, നമ്മൾ പ്രീ മാച്ചിൽ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു, ആസ്പെലിക്വറ്റയാണ് തീർന്നു, മറ്റേ നമ്മുടെ ഇവൻ ആസ്പെലിക്വറ്റനെ പനിക്കിടും, ആസ്പെലിക്വറ്റനെ ഇടും. ആസ്പെലിക്വറ്റ പ്ലേഡ് ലൈക്ക് എ റീസ് ജെയിംസ്. ആൻഡ് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വാസ് വേർ എല്ലാവരും പറഞ്ഞു ഇറ്റ് വാസ് എ ബാക്ക് ഫോർ ഫോർമേഷൻ. ഇറ്റ് വാസ് എ ബാക്ക് ഫോർ ഫോർമേഷൻ, ഇറ്റ് വാസ് എ ക്ലിയർ ബാക്ക് ത്രീ ഫോർമേഷൻ. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ പറഞ്ഞു കുക്കുറേനെ തന്നെ റിലീസ് ചെയ്തിട്ട് ആസ്പെലിക്വറ്റനെ ഡ്രോപ്പ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ്, ആസ്പെലിക്വറ്റയുടെ അടുത്തും കോർണറിന്റെ അടുത്തും പറഞ്ഞു, മക്കളെ നിങ്ങൾ ചെന്നങ്ങോട്ട് പെരുമാറ്, പുറകിൽ ചാലബയുണ്ട്, അവിടെ കുക്കുറയുണ്ട്, നിങ്ങൾ നോക്കിക്കോളും എന്നുള്ളത്. ആൻഡ് ഇത്രത്തോളം ക്രിയേറ്റീവായിട്ട് ആസ്പെലിക്വറ്റനെ കളിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ഹി ഹാഡ് ക്രോസ് ആക്യുറസി ഓഫ് അബവ് 70%. ആൻഡ് ഓൾസോ പ്ലീസ് നോട്ട്, പുള്ളിക്കാരൻ AC മിലാനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നത് അവിടെ റഫേൽ ലിയോ ഉള്ള ഒരു സമയത്ത് തന്നെയാണ് വന്നത്. ആൻഡ് യെറ്റ് ഹി സ്റ്റിൽ പ്ലേ. പുള്ളിക്കാരൻ നിൽക്കുന്നത് എബോർ ഓർമ്മയുണ്ടോ? നമ്മൾ പറയായിരുന്നു ആസ്പെലിക്വറ്റയുടെ ട്രാക്ക് ബാക്കിംഗ് നടക്കില്ല എന്നുള്ളത്. മറ്റേ ഒരു ബെസ്റ്റ് വൺ ഓൺ വൺ ഡിഫൻഡർ കഴിഞ്ഞൊരു ഡെക്കേഡിൽ ഒരു 20 കൊല്ലത്തിൽ ഐ തിങ്ക് വൺ വാസ് ആഷ്ലി കോൾ, പ്ലേഡ് ഫോർ ചെൽസി. റൊണാൾഡോനെ വരെ ഐ തിങ്ക് ഹി ലോക്ക് ഡൗൺ ഓൺ ഹിസ് ഫ്ലാങ്ക്. പിന്നെ വന്നത് ആസ്പെലിക്വറ്റ. സോ ചെൽസി ഈസ് ബ്ലെസ്ഡ്. 1v1 ഡിഫൻഡേഴ്സ്. ഐ തിങ്ക് ചെൽസി ഹാസ് ഓൾവേസ് ബീൻ ലക്കി. ഇപ്പൊ റീസ് ജെയിംസ് ഈസ് ബിക്കമിങ് ഐ തിങ്ക് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ലിയാവിനൊക്കെ ഒരു വിലയെ വെക്കുന്നില്ല. ഐ തിങ്ക് ടിൽ ഹിസ് ഇഞ്ചുറി ഒരു എന്താ ഇൻ ഹിസ് പോക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇത്ര ആവേശത്തോടെ ഒരു കളി കണ്ടിട്ട് കുറെ കാലം. ഐ എം വെരി എക്സൈറ്റഡ് ടു സീ റീസ് ജെയിംസ് ഡെവലപ്മെന്റ്. ഐ തിങ്ക് ചെൽസി ലെജൻഡ് മാത്രമല്ല, ഒരു ഫുട്ബോൾ ലെജൻഡ്. ഇപ്പൊ ഡാനി ആൽവേസിനെ പറ്റി പറയുമ്പോൾ, കഫിനെ പറ്റി പറയുമ്പോൾ ഐ തിങ്ക് ഹൈപ്പ് അല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ജംപ് ദ ഗൺ, വല്ലാണ്ട് ഹൈപ്പ് അല്ല. ബട്ട് ഐ തിങ്ക് ഹീസ് ഗുഡ് ഇനഫ് ടു ബി സ്പോക്കൺ ഓഫ് ഇൻ ദോസ് ടേംസ്. പിന്നെ ആസ്പി അതന്നെ, ഐ തിങ്ക് ഞാൻ കുടുംബത്തിനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഐ തിങ്ക് ലോട്ട് ഓഫ് ബയസ് കംസ് ഇൻ വെനെവർ ഐ ടോക്ക് അബൌട്ട് ആസ്പി. ബട്ട്
പേസ് കുറയുന്നുണ്ട്, ഏജന്റ് ഇഷ്യൂ ആണ്, ബട്ട് സ്റ്റിൽ ടു കം ഇൻ ടു ഒരു ഹൈ ഇന്റൻസിറ്റി ഗെയിം ആൻഡ് പ്ലേ ദ വേ ഹി ഡിഡ് മിലാനും ഐ തിങ്ക് ഈവൻ ദ വൂൾസ് ഗെയിം ആൾ കൊണ്ടുവന്ന ക്രിയേറ്റിവിറ്റി ഒക്കെ ഗ്രേറ്റ് പ്ലെയർ. ഐ തിങ്ക് ആളുടെ എക്സ്റ്റൻഷൻ വന്നപ്പോൾ കുറെ പേര് എന്തിനാണ് ഇയാൾക്കൊരു 2 കൊല്ലം എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്, ഷുഡ് ഹാവ് ബീൻ സോൾഡ് ഓൺ ദ സ്പോട്ട് ടു പറയുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹി സൈൻഡ് ആൻഡ് ഐ ഹോപ്പ് ആസ്പിലിക്കേറ്റർ റിട്ടയർസ് അറ്റ് ചെൽസി, ബട്ട് maybe won't happen practically. യെസ്, ആൻഡ് ഞാൻ ആക്ച്വലി ഈ ഒരു സെക്ഷൻ നമ്മൾ ഐ തിങ്ക് ആ വുൾസിന്റെ 7 ചേഞ്ചസ് നേരെ കഴിഞ്ഞ് ഞാൻ എഴുതി വെച്ചിരുന്ന ടോപ്പിക് ആസ്പിയാണ്. SK വളരെ കൃത്യമായിട്ട് കോപ്പി അടിച്ചെന്നുള്ള പറയണ പോലെ കറക്റ്റ് അതിലേക്ക് വന്നു. ആൻഡ് ആക്ച്വലി ഈ സെഗ്മെന്റ് ഞാൻ ഹഫീസ് എന്താണെന്ന് വെച്ചെങ്കിൽ ഹഫീസിന് കൊടുക്കാൻ, ബിക്കോസ് ഐ ഡോണ്ട് നോ ഇഫ് എനിബഡി നോസ് ഹഫീസിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ചെൽസി പ്ലെയർ ആസ്പിലിക്വറ്റാണ്. ഹി ഈസ് ലിവിങ് ത്രൂ ഹിസ് ബെസ്റ്റ് ചെൽസി ഡേയ്സ്. കാരണം നമ്മളുടെ ഐ തിങ്ക് എൻ്റെ കാര്യം 2009-10 ബാലാക്ക് പോയപ്പോഴത്തോടെ എൻ്റെ ആ ഒരു ഏജ് അവിടെ കഴിഞ്ഞു. ഐ എം സോ ജെലസ് ഓഫ് ഹഫി ദാറ്റ് അവൻ ഈ പ്രായത്തിൽ ഈസ് ലിവിങ് ത്രൂ ഹിസ് ബെസ്റ്റ് ചെൽസി ഡേയ്സ്. സോ ഓക്കെ, അത് പറഞ്ഞതോടെ മൂവിങ് ഓവർ ടു നോൺ ഫുട്ബോളിംഗ് ടോപ്പിക്സ്. ചെൽസി തന്നെയാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ഷ്യാംബ്രോ നമ്മുടെ മാനേജ്മെന്റിന് ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ അങ്ങോട്ട് അവനെ വാങ്ങിക്കി ഇവനെ വാങ്ങിക്കി അതങ്ങോട്ട് മൂത്തതുപോലെ തന്നെ ഇപ്പൊ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ കൊള്ളാം, മറ്റേ സാധനം ടെക്നിക്കൽ ഡയറക്ടർ, ഇതിനു വേണ്ടിയിട്ട് ഒരു 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 റോയൽ റംബിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഷ്യാംബ്രോ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇഫ് യു നോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടെക്നിക്കൽ ഡയറക്ടർ ആൻഡ് സ്പോർട്ടിംഗ് ഡയറക്ടർ? Your guess is good as mine, bro. ടെക്നിക്കൽ ഡയറക്ടർ, സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നൊക്കെ പറയുന്നതൊക്കെ സൈലന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇതിനെ പറ്റി കേൾക്കുന്നത് തന്നെ മര്യാദയ്ക്ക്. അല്ലെങ്കിൽ പണ്ട് മൈക്കൽ എമനുള്ള ഉള്ളപ്പോഴാണ് പിന്നെ അതിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. പിന്നെ പണ്ട് ഐ തിങ്ക് ഡേവിഡ് ഗിൽ വാസ് ദർ ഇൻ യുണൈറ്റഡ് ആൻഡ് ഓൾ. ബട്ട് I think what is, to be honest, I'm not really not sure about the difference. Either terminology and maybe a role, proper operating role difference ആയിരിക്കും. But I think, see, one thing is for sure, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ബോളി is not just intent on getting signings and winning trophies now. He is intent on getting a proper structure. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ മിസ്സിംഗ് ഫോർ എ ലോങ് ടൈം. ഇപ്പൊ ട്രോഫീസ് നമ്മൾ ലൈക്ക് എല്ലാ സീസണും അടിക്കുമായിരിക്കും, which is obviously a great thing, that is what we want. But to guarantee that we will always challenge for the league and Champions League and will continue bringing in players from the academy to build a dynasty, adana ഏറ്റവും important, ഒരു dynasty create ചെയ്യണം. And something the last 20 years നമുക്ക് of course MLL കുറച്ച് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെറീനോ വന്നു, മെറീനോ പക്ഷെ പ്രോപ്പർ ഒരു ഡയറക്ടർ അല്ല, ഇൻ സെൻസ് ഓഫ് ടെക്നിക്കൽ ഡയറക്ടർ അല്ല. So the thing is, ഒരു continuity അല്ലെങ്കിൽ ഒരു ഡൈനസ്റ്റിയുടെ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ട്. Yes, we are challenging for titles. We are always talking about when it comes to Premier League especially. But last 5 years ആയിട്ട് അല്ലെങ്കിൽ 5 years ആയിട്ട് നമ്മൾ ചാലഞ്ച് പോലും ചെയ്തിട്ടില്ല. That's the one big thing. And even though we have won a Champions League here, a Europa League here, an FA Cup here, it's still ഒരു proper what we are aiming for should be a continuity or a dynasty, like what Man City is having now. Not even what Liverpool is doing, what Man City is doing. I mean, I don't want to compare because നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്, എന്താ പറയുക, ഒരു വേ ഉണ്ട്, ഒരു പാത്ത് ഉണ്ട്, ഒരു സൈക്കിൾ ഉണ്ട്. ഇപ്പൊ അവരുടെ സൈക്കിളാണ്. ബട്ട് ഐ തിങ്ക് the one thing is, be it technical director, sporting director, whatever, what you could have done is ബോളിക്ക് വേണമെങ്കിൽ ഒരു ഇത്ര പ്ലേയേഴ്സിനെ മേടിച്ചു, and he could have just told Potter, make it work, that's it. അത്രേ ഉള്ളൂ. എന്നിട്ട് if he gets a trophy, it's fine, he's satisfied, he'll get it off, it's satisfied. Next season, obviously നമ്മളത് അതുവരെ എത്തിയിട്ടില്ല, but what I'm saying is at least going by his intentions നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് he wants to get a structure in, and അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ ടെക്നിക്കൽ ഡയറക്ടർ, സ്പോർട്ടിംഗ് ഡയറക്ടർ. I think we are really going forward, or we are looking to have one person. But in terms of what you asked, to be honest, I am not aware. Probably others can pitch in about exactly what's the difference between technical and sporting director. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ സൈലന്റ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ we shouldn't be hearing about them day in day out. They should be operating silently. It's just a manager and not even the owner. Owner ഒരു സൈലന്റ് ഓപ്പറേറ്റർ ആണ്. But obviously because Boli is splashing the cash and he's a new owner, that's the reason why we will obviously be hearing about him. But that's what I have to say about that. Very well explained. അപ്പോൾ ഈ സൈലന്റ് ഓപ്പറേറ്റേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് ഫോർഗെറ്റ് ബീയിങ് സൈലന്റ്. ഇപ്പോ നമ്മുടെ കോ ഓണർ ജോണത്തിൻ ഗോൾഡ്സ്റ്റീൻ, ഇഫ് ഐ എം നോട്ട് റോങ്, ഹി ഗേവ് എൻ ഇന്റർവ്യൂ ടു ബ്ലൂംബർഗ്. ഒരു ഭയങ്കര ഒരു വലിയ ബിസിനസ് യൂണിറ്റ് ആണ്. ആൻഡ് ഗിരീഷിന്റെ പുറകിലിരിക്കുന്ന ആ സ്റ്റേഡിയം, ആൻഡ് ഹി പുറത്ത് പറഞ്ഞു, ഐ മീൻ ഇറ്റ്സ് ഔട്ട് ഇൻ ദി ഓപ്പൺ നൗ ദാറ്റ് ചെൽസി ഹാവ് റീസ്റ്റാർട്ടഡ് ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്.
സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇപ്പോഴത്തെ ഗ്രൗണ്ടിന് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അവിടെ എങ്ങനെ അതിനൊരു അൾട്രാ മോഡേൺ സാധനമാക്കാൻ പറ്റും എന്നുള്ളതിന്റെ പ്ലാൻസ് ഒക്കെ ഓൾറെഡി ഇൻ മോഷൻ ആണെന്നുള്ളത് നമ്മളുടെ ഒരു കോ കൺട്രോളിങ് ഓണറായ ജോണത്തൻ ഗോൾസ്റ്റൻ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് യു ലുക്ക് അറ്റ് ഹിസ്റ്ററി, Chelsea are the only few clubs that have played in only one ground. ഇപ്പോഴും അവരുടെ 1905 തൊട്ട് നമ്മൾ ഇന്നേ വരെ വേറൊരു ഹോം ഗ്രൗണ്ട് ഉണ്ടായിട്ടില്ല. ഈവൻ ഫോർ എ ടെമ്പററി ബേസിസ് ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര വലിയ പണ്ഡിറ്റൊന്നുമല്ല. ഞാൻ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഈവൻ ഇപ്പോൾ ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇംഗ്ലീഷ് ക്ലബായ യുണൈറ്റഡ് പോലും ഇറ്റ് ടുക്ക് ദം ഓൾമോസ്റ്റ് 20-25 years to move into Old Trafford after being formed. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ചെൽസിയുടെ ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസിൽ എന്തോരം റിഫ്ലക്റ്റ് ആയെന്നുള്ളത് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ആൻഡ് വി നീഡ് ടു ബി വെരി ഹാപ്പി അല്ലേ ഗിരീഷ് ദാറ്റ് the new owners aren't too ambitious and want us to move into an entirely new location. I mean, Stamford Bridge, it's home. It's Yes. You can't mess with it. Bro, ആ ഒരു ഹോം ഫീലിംഗ് ശരിക്കും ആ ക്ലബിൽ കിട്ടുന്നുണ്ട്. ലൈക്ക് there is no one, although yes നമ്മൾ കുറെ കംപ്ലൈന്റ് ഒക്കെ ചേർന്നാണ് നമ്മുടെ ഫാൻസ് അത്ര ഒച്ചയ്ക്കാറില്ല, it's not a very loud stadium, പക്ഷേ I know there is a very special beauty to playing in the stadium. And on top of that, like the fact that the pitch is owned by actual fans, our pitch owners association, that all adds to beauty. And even on top of that, moving on to the owners, I think when Roman sold the club also, that was a clause in this while considering the new buyer, like they should invest in redevelopment of Stamford Bridge, and that's what's important. And it's high time, because നമ്മുടെ ഇപ്പോൾ കമ്പനി ടോപ്പ് ക്ലബ്സ് ഒക്കെ നോക്കിയാൽ none of, like, all of them have like massive stadiums, and I think we have the smallest stadium among the competition. Like even if you see any of the top English clubs, like നമ്മുടെ PSG നോക്കിയാൽ, or for that matter Spanish giants നോക്കിയാൽ, Italian clubs, like we are like our stadium is very small compared to them. And it's to be an elite team, like I mean we are an elite team, പക്ഷെ ആ ഒരു എന്താണ് ലെവൽ അപ്പ് ചെയ്യണമെങ്കിൽ we have to have a stadium of that. അതിലൊരു കാര്യം ജസ്റ്റ് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയപ്പോഴേക്ക് മനസ്സിലായത്, ബിക്കോസ് നമുക്ക് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ് ആകെ 27,000 സംതിങ് എന്തോ ഉള്ളൂ, 25,000 സംതിങ്. ഈ ഒരു 60,000 മിനിമം കപ്പാസിറ്റി ഉണ്ടായാലും നമുക്ക് അത്യാവശ്യം സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ് വരുള്ളൂ. ഇപ്പൊ നമ്മളെ പോലെ ഫാൻസിനൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സീസൺ ടിക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അതായത് ആരെങ്കിലും മരിക്കണം സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ്. Actually, that is a fact. Waiting list on, but it's like it's next to impossible for us to get, other than through whatever way. So definitely Chelseaയുടെ സ്റ്റേച്ചർ വെച്ചിട്ട് ലണ്ടനില്, വെസ്റ്റ് ലണ്ടനില്, one of the most the biggest clubs in the world, elite club, as Greece said, definitely ഒരു stadium capacity 60,000 minimum ആണ്. And I'm pretty sure rivals ഒക്കെ ban dream that we won't have fans to fill up the grounds, but I'm pretty sure from what I've witnessed, and obviously from what Tom and you, Jitha, have witnessed, definitely we will have fans to fill up the stadium. There's no question about that. We need that. Absolutely, no doubt about that. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, വിഷമിച്ചിറങ്ങി പോയിട്ടുണ്ട് ആ സ്ഥലത്തുനിന്ന്. I would never relate sadness to Stamford Bridge, പക്ഷേ there have been instances ഒരു 10 മിനിറ്റ് മുമ്പ് വന്നായിരുന്നു വെച്ചെങ്കിൽ മേ ബി ടിക്കറ്റ് എക്സ്ചേഞ്ചിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത്. that has happened. ആൻഡ് നമ്മളെപ്പോഴും കാണാറുണ്ട്, എപ്പോഴും മാച്ച് ഡേയുടെ സമയത്ത് ചെൽസി സോഷ്യൽസിൽ ഇടാറുണ്ട്, ചെൽസി വേഴ്സസ് ഹൂവർ സോൾഡ് ഔട്ട്. ആ സോൾഡ് ഔട്ട് ബോർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റാറില്ല എന്ന് തോന്നുന്നു, അത് അവിടെ തമ്പടിച്ച് വെച്ചേക്കാണ്. റിക്വയർ എ ബിഗർ സ്റ്റേഡിയം. എന്റെ എന്താ പറയാ, ഇന്നത്തെ ടോപ്പിക്സിൽ ആൾക്കാർ വല്ല സ്പൈ വർക്ക് നടത്തുന്നുണ്ടോന്ന് അറിയില്ല. കാരണം ഇവിടെ കമന്റ്സിലൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ഇതേ കിടക്കുന്നു. ക്യാൻ യു ഗൈസ് ഡിസ്കസ് അബൌട്ട് ചാലോബ? ഞാൻ ഇതേ എഴുതി വെച്ച ഐ കൻ ഷോ ഇറ്റ് ടു യു. ചാലോബയുടെ കാര്യം പറയാൻ വരുമ്പോ തന്നെ കമന്റ് വന്നിരിക്കുകയാണ്, ഹെബാർ ബ്രോ വി ആർ സ്റ്റിൽ അൺഡിഫീറ്റഡ് വെൻ. അതൊരു ഭയങ്കര ഒരു വൃത്തികെട്ട സ്റ്റാറ്റാണ്, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. 19 കളിയായിട്ട് വെൻ ചാലോബ സ്റ്റാർട്ടഡ്, ചെൽസി ആർ യെറ്റ് ടു ലൂസ്. വൈ ആറന്റ് വി സ്റ്റാർട്ടിങ് ദിസ് ഗൈ ഇൻ എവറി ഗെയിം? എത്ര ഡ്രോ ആണെന്നൊന്ന് നോക്കുന്നത്. On a serious note, again, I think
ഒരു സീസൺ ഫുൾ ലോണുള്ള ആള് മിഡ്ഫീൽഡാ കളിച്ചത്. ഐ തിങ്ക് അഗൈൻ സ്റ്റാറ്റിസ്റ്റിക്കലി വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ യൂറോപ്പ് വായിച്ചേ വെച്ചിട്ട്. ആൻഡ് സ്ട്രഗ്ലിംഗ് ടു റിമെമ്പർ ദ നെയിം, ലെൻസ് ആയിരുന്നോ ലോറിയന്റ് ആയിരുന്നോ എനിക്ക് ഓർമ്മ വരുന്നില്ല. ബട്ട് അഗൈൻ ഹി വാസ് വെരി വെരി ഗുഡ് ഓൺ ലോൺ. അവിടുന്ന് ഹി വാസ് പുട്ട് റൈറ്റ് ഇൻ ടു ഒരു ഹൈ പ്രഷർ സിറ്റുവേഷൻ. ഒരു ടോപ്പ് ടീമിന് പ്ലേ അക്രോസ് ദ ബാക്ക് ലൈൻ, റൈറ്റ് സെന്റർ ബാക്ക് കളിക്കണം. ഇപ്പോ ഹി ഹാസ് പ്ലേഡ് ഇൻ ഒരു ബാക്ക് ഫോർ കളിക്കുമ്പോൾ ഹീസ് പ്ലേഡ് എ സെന്റർ ബാക്ക്. ആൻഡ് തരക്കേടിലാണ് കളിക്കുന്നുണ്ട്. ഹീസ് നോട്ട് ഔട്ട്. ഐ തിങ്ക് വി ആർ കമ്പയറിംഗ് ഹിം വിത്ത് പ്ലേയേഴ്സ് ലൈക്ക് കുലിബാലി ആൻഡ് സിൽവ. അതുകൊണ്ട് കുറച്ച് അൺഫെയർ കമ്പാരിസൺ ആയിരിക്കാം. ബട്ട് ഈസ് വെരി വെരി സോളിഡ്. ആസ് ഇൻ സ്പെക്ടാക്കുലർ ഒന്നും അല്ലെങ്കിൽ ഈസ് വെരി നീറ്റ് ഓൺ ദ ബോൾ. ആവശ്യമില്ലാണ്ട് ഇപ്പോ ഈസ് നോട്ട് ബീങ് റാഷ്. കഴിഞ്ഞ സീസൺ ഐ തിങ്ക് ദർ വർ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ബോക്സിനുള്ളിൽ ഇഫ് ചലോബ ഇസ് 1-on-1 ഒരു പേടിയാണ്. ഹി മൈറ്റ് ലഞ്ച് ഇൻ ഓർ ഡു സംതിങ് വൺ. ബട്ട് ഹീസ് ക്ലീൻഡ് അപ്പ് പാർട്സ് ഓഫ് ഹിസ് ഗെയിം. ഹ്യൂജ് പ്രോസ്പെക്ട്. അതും എന്താ പറയാ, ടു ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ടുക്കൽ ഐ തിങ്ക് ബെഞ്ച്ഡ് ഹിം ഫോർ എ ലോങ് ടൈം. ഇപ്പൊ തിരിച്ചുകൊണ്ടുവന്ന ആൻഡ് ഹീസ് കം ബാക്ക് ആൻഡ് ഒരു മിസ്റ്റേക്ക് ഈസ് ഫിറ്റിംഗ് ലൈക്ക് ക്ലോക്ക് വർക്ക് അതേപോലെ കളിക്കുന്നുണ്ട്. ആൻഡ് വി ആർ ഓൾസോ ഹിയറിംഗ് ദാറ്റ് ഹി മൈറ്റ് പ്ലേ ഇൻ മിഡ്ഫീൽഡ്. ഇപ്പൊ ഒരു കമന്റും കണ്ടു ദാറ്റ് ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് ദ മിഡ്ഫീൽഡ് സൈനിങ്. ആൻഡ് വി റെഡ് അഗൈൻ ദാറ്റ് പോട്ടർ ഈസ് റെഡി ടു യൂസ് ചലോബ ഇൻ ഡീപ് മിഡ്ഫീൽഡ്. റൈസിനെ പറ്റി വി ആർ ഹിയറിംഗ് അഗൈൻ. അൽവാരസിനെ പറ്റി കേൾക്കുന്നുണ്ട്. കാണ്ടെ ആൻഡ് ജോർജീനിയോ, കാണ്ടെ പിന്നെ ഇഞ്ചുറി എന്ന് കേൾക്കുന്നുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ് ഓഫ് ഓൾ ടൈം. ബട്ട് 3 കൊല്ലം കോൺട്രാക്ട്, ഇഫ് ദാറ്റ് ഈസ് ഹിസ് ഡിമാൻഡ്, ഐ ഡോണ്ട് തിങ്ക് ദ ക്ലബ് വിൽ ഗിവ് ഹിം. ഐ വാണ്ട് ദ ക്ലബ് ടു ഗിവ് ഹിം, പക്ഷെ കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാവുന്നുള്ളൂ. ജോർജീനിയോ വിൽ ബി ഹാപ്പിയർ ഇൻ എ സ്ലോവർ ലീഗ്. ഇറ്റലിയിലോ ഐ തിങ്ക് ലാലിഗയിൽ പോവാണെങ്കിൽ ഹിൽ ബി വൺ ഓഫ് ദ ടോപ്പ് 2-3 മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ ലീഗ് ഫോർ ഷുവർ. ഇന്നലെ കളിച്ചത് തന്നെ അറിയാം. ഹി വാസ് ഹാവിംഗ് സോ മച്ച് ഫൺ. യു കുഡ് സീ ഹൗ മച്ച് ഫൺ ഹി വാസ് ഹാവിംഗ് ഡ്യൂറിംഗ് ദ മാച്ച്. ഐ തിങ്ക് ഒരു 10 വയസ്സ് താഴെയുള്ള സാൻഡ്രോ ടൊണാലിനെ ഇട്ട് വട്ടാക്കണായിരുന്നു തോന്നുന്നു അല്ലെ ജോർജീനിയോ ഇന്നലെ. ടൊണാലി മാത്രം ഇന്നലെ കുറച്ച് ചൂട് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ടൊണാലിയും ബെനസറും കുറച്ച് അങ്ങോട്ടും ടോട്ട് 2 ചവിട്ടി ഔട്ടാനുള്ള ഒരു മനസ്സേ കാണിച്ചിട്ടുണ്ട്. ബാക്കി ഹെർണാൻഡസ് അല്ല, തിയോ ഹെർണാൻഡസ്, അവന് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഗെയിമിൽ ഒരു പ്രശ്നം വെച്ചാൽ അഗെയിൻ നമ്മള് എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല, ബട്ട് സ്റ്റിൽ ഒരു 10 men ആയിട്ട് കളിച്ചുകൊണ്ട് വി കാൺ പ്രോപ്പർലി ജഡ്ജ് എക്സാക്ട്ലി നമ്മുടെ മിഡ്ഫീൽഡ് ബാക്കിൽ എങ്ങനെ ആയിരിക്കും പോകാൻ ചാൻസ് ഉണ്ടായിരുന്നത്. ബിക്കോസ് സ്റ്റിൽ ദ 10 men വിത്ത് 11 men they were more or less even. ബട്ട് ഒബിയസ്ലി അത് അവരുടെ ഫോൾട്ട് തന്നെയാണ് 10 men ആയത്. ആൻഡ് ദെൻ വി ഡോമിനേറ്റഡ് ഫോർ ഷുവർ. ബട്ട് ചലോബയെ പറ്റി ഒരു കാര്യം പറയാൻ, ചലോബയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് വെച്ചാൽ പുള്ളി മിസ്റ്റേക്ക് ചെയ്താലും പുള്ളി റിക്കവറി ഒരു രക്ഷയില്ല. Like if he does the mistake, he will make sure that he recovers and tackles and like what to say, solves that problem. Adu bhayankara important aanu, because defenders will make mistakes, but it's all about recovery. It's either not making any mistake at all, reading the game completely well, but it's also about recovery. I think Chaloba aa karyathil valare idu thaneyana, adapt thaneyana recovery il. Yes, so I mean, if we get into transfers, that's another scenario, and അതിൽ ഒരിക്കലും ഒരു അന്ത്യം ഉണ്ടാവില്ല. കാരണം we are Chelsea, we are linked with everybody who has 2 feet. So moving on, now we have to look forward to a couple of games without Reece James. അതൊരു unfortunate fact ആണ്, but we've been blessed by the fact that it's not a very serious injury. Initial reports പറയുന്നതനുസരിച്ച് he'll be back for the United game, which is much more important than Aston Villa and Brentford. Not being disrespectful, but yeah, that's the scene. And the women's team have been on a break. അവർക്ക് ഇന്റർനാഷണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ വിമൻസ് ഫുട്ബോളിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. I am not there yet. Club football is on a break at the moment, and we'll be back very soon. And yes, again going back to the biggest news that broke, that Tuchel is in Kerala. നമ്മൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. We are moving towards the end of this stream. അതുകൊണ്ടിട്ട് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാണ്. We talked about the fact that he's here. We dwelled deep into both the games, Wolves and AC Milan. നമ്മുടെ അറ്റാക്കേഴ്സ് എന്തോരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഫ്രിഞ്ച് പ്ലേയേഴ്സ് എന്തോരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മളുടെ അണ്ടർ പെർഫോമിംഗ് ആയിരുന്നിരുന്ന പ്ലേയേഴ്സ് സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ടിങ്. പോട്ടർ ഹാസ് ബീൻ ഡൂയിങ് മാജിക്. എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ട് ഒന്നും എനിക്ക് തോന്നുന്നില്ല. വി കവേർഡ് ക്വൈറ്റ്. ഐ തിങ്ക് ദിസ് ഹാസ് ബീൻ ദ ലോങ്സ്റ്റ് എപ്പിസോഡ് സോ ഫാർ. SK ഒന്ന് നമ്മളെല്ലാവരും മറ്റേ ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് വന്നിട്ടുണ്ട് എല്ലാവർക്കും. സോ യാ, ഐ തിങ്ക് ദാറ്റ് ഇസ് good for this week. Shyam bro, Girish, Jittu and Hebbar, thank you. നമ്മളിന്ന് 6 പേരുണ്ടായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല രീതിയിൽ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും let's keep doing this. ഈ ഒരു ഷോ നമുക്ക് ഇനിയും I have plans to bring in guests, foreign guests, Twitter people into the stream. So yeah,
Tom bro, try for an interview, bring Tuchel in live. ആളൊന്ന് ഒരു 500 മീറ്റർ അടുത്ത് കാണാൻ പറ്റിയാൽ ഭാഗ്യം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ബട്ട് ഐ നെവർ സേ നെവർ. ഞാൻ ഈ പറഞ്ഞ പോലെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഐ മീൻ ഐ കെൻ ഗിവ് ഔട്ട് ദിസ് ഫാക്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് പുള്ളീനെ ഈ സൺഡേത്തെ ഗെയിമിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം ട്രൈയിങ് ടു ഗെറ്റ് എ VVIP ടിക്കറ്റ്. ഇറ്റ് മൈറ്റ് കോസ്റ്റ് എ ബിറ്റ്, ബട്ട് ദാറ്റ് ഈസ് മൈ പ്ലാൻ ഇപ്പോൾ ആസ് ഓഫ് നൗ. വേറെ അതിലും ബെറ്റർ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ലെറ്റ്സ് സീ. കിട്ടുകയാണെങ്കിൽ പറ ടോം ബ്രോ, ഞാൻ ബസ് ക്യാൻസൽ ചെയ്യാം. Having said that, this is the end of this week's episode. We'll see you again next week with more good news, hopefully. So that's it, guys. Thank you for joining. Good night. See you guys.